ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. ഇന്ത്യയിലെ ആദ്യത്തെ വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഫ്ളാഗ് ഓഫ് ചെയ്യും. പശ്ചിമബംഗാളിലും അസമിലും വിവിധ വികസന പദ്ധതികൾക്കും പ്രധാനമന്ത്രി തുടക്കം കുറിക്കും. ഇറാനിലെ ഇന്ത്യൻ പൌരന്മാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ എല്ലാ നടപടികളും സ്വീകരിച്ചതായി വിദേശകാര്യ മന്ത്രാലയം. ഇന്ത്യക്കാർ എത്രയും വേഗം മടങ്ങണമെന്നും നിർദ്ദേശം. മഹാരാഷ്ട്രയിൽ മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ ബിജെപി ശിവസേന സഖ്യത്തിന് ഉജ്ജ്വല വിജയം. 64ാമത് കേരള സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ മുന്നേറ്റം തുടർന്ന് കണ്ണൂർ ജില്ല. ഗ്രീൻലാൻഡ് ഏറ്റെടുക്കാനുള്ള യുഎസ് പദ്ധതി എതിർക്കുന്ന രാജ്യങ്ങൾക്ക് മേൽ കൂടുതൽ തീരുവ ചുമത്തുമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അണ്ടർ-19 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ന് ഇന്ത്യ ബംഗ്ലാദേശിനെ നേരിടും. വാർത്തകൾ വിശദമായി. ഇന്ത്യയിലെ പ്രഥമ വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിൻ ഇന്ന് മാൽഡ ടൌൺ റെയിൽവേ സ്റ്റേഷനിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്ളാഗ് ഓഫ് ചെയ്യും. ഹൌറയ്ക്കും ഗുവാഹത്തിക്കും ഇടയിലാണ് വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിൻ സർവീസ് നടത്തുന്നത്. വിശദാംശങ്ങളിലേക്ക്. വന്ദേ ഭാരത് എക്സ്പ്രസിന്റെ സ്ലീപ്പർ പതിപ്പ് അവതരിപ്പിക്കുന്നതോടെ ഇന്ത്യയിലെ ദീർഘദൂര ട്രെയിൻ യാത്ര സാധാരണ യാത്രക്കാർക്ക് വേഗതയേറിയതും സുരക്ഷിതവും കൂടുതൽ സുഖകരവുമാകും. ഹൌറ ഗുവാഹത്തി റൂട്ട് രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട റെയിൽ ഇടനാഴികളിൽ ഒന്നാണ്. ഇത് ലക്ഷക്കണക്കിന് ആളുകളുടെ ദൈനംദിന യാത്രയെ പിന്തുണയ്ക്കുന്നു. ഇന്ന് ഉദ്ഘാടനം ചെയ്യുന്ന സ്ലീപ്പർ ട്രെയിനിൽ 16 ആധുനിക കോച്ചുകളാണുള്ളത്. ആകെ 823 യാത്രക്കാരെ ഉൾക്കൊള്ളാൻ കഴിയും. പശ്ചിമ ബംഗാളിലെയും അസമിലെയും ജനങ്ങൾക്ക് മികച്ച യാത്രാ സൌകര്യം ഇതിലൂടെ വാഗ്ദാനം ചെയ്യുന്നു. കാളിഘട്ട് ക്ഷേത്രം, കാമാഖ്യ ദേവി ക്ഷേത്രം തുടങ്ങിയ പ്രധാന തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്കുള്ള സന്ദർശനങ്ങൾ ഇനി കൂടുതൽ സൌകര്യപ്രദമാകും. കൂടാതെ പശ്ചിമ ബംഗാളിലെ 4 പ്രധാന റെയിൽവേ പദ്ധതികൾക്കും പ്രധാനമന്ത്രി തറക്കല്ലിടും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. 2 ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് അസമിലെത്തും. ഇന്ന് വൈകിട്ട് ഗുവാഹത്തിയിൽ നടക്കുന്ന പരമ്പരാഗത ബോഡോ സാംസ്കാരിക പരിപാടിയിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും. നാളെ നാഗോൺ ജില്ലയിലെ കാലിയാബോറിൽ 6950 കോടി രൂപയിലധികം ചെലവ് വരുന്ന കാസിരംഗ എലവേറ്റഡ് കോറിഡോർ പദ്ധതിക്ക് അദ്ദേഹം തറക്കല്ലിടും. തുടർന്ന് ഗുവാഹത്തി, റോഹ്തക്, ദിബ്രുഗഡ്, ലക്നൌ അമൃത് ഭാരത് എക്സ്പ്രസ് ട്രെയിനുകളുടെ ഫ്ളാഗ് ഓഫും ശ്രീ മോദി നിർവഹിക്കും. സുതാര്യവും എല്ലാവരെയും ഉൾക്കൊള്ളുന്നതുമായ ജനാധിപത്യ സ്ഥാപനങ്ങൾക്ക് മാത്രമേ ശക്തവും പ്രസക്തവുമായി തുടരാൻ കഴിയൂവെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള ന്യൂഡൽഹിയിൽ ഇന്നലെ സമാപിച്ച കോമൺവെൽത്ത് സ്പീക്കർമാരുടെയും പ്രിസൈഡിംഗ് ഓഫീസർമാരുടെയും സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പാർലമെന്ററി സംവിധാനത്തിന്റെ കാര്യക്ഷമതയും പ്രതികരണശേഷിയും വർദ്ധിപ്പിക്കുന്നതിനുള്ള പുതിയ മാർഗ്ഗങ്ങൾ ചർച്ച ചെയ്യാൻ സമ്മേളനത്തിലൂടെ സാധിച്ചതായി ശ്രീ ബിർള പറഞ്ഞു. जनता के अंतिम छोर पर बैठा एक व्यक्ति भी जिसकी एक मतदाता के रूप में विशेष भूमिका होती है, उस अंतिम व्यक्ति की आवाज भी जनप्रतिनिधि संसद के अंदर उसकी आवाज को बने, उसकी समस्या, उसकी कठिनाइयां, उसकी चुनौतियां, उन सब पर चर्चा भी हो और चर्चा से उसका परिणाम भी निकले. സമാപന സമ്മേളനത്തിൽ 29ാമത് CSPOCയുടെ അധ്യക്ഷസ്ഥാനം ലോക്സഭാ സ്പീക്കർ ഓം ബിർള UK ഹൌസ് ഓഫ് കോമൺസ് സ്പീക്കർ ലിൻസെ ഹോയലിന് കൈമാറി. പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനം ഈ മാസം 28-ന് ആരംഭിക്കും. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ നയപ്രഖ്യാപന പ്രസംഗത്തോടെയാണ് സമ്മേളനത്തിന് തുടക്കമാവുക. ഫെബ്രുവരി 1-നാണ് കേന്ദ്ര ബജറ്റ്. ബജറ്റിന് മുന്നോടിയായുള്ള സാമ്പത്തിക സർവേ ഈ മാസം 29-ന് പാർലമെന്റിൽ സമർപ്പിക്കും. 6ാമത് ആസിയാൻ ഇന്ത്യ ഡിജിറ്റൽ മന്ത്രിതല യോഗം ഇന്നലെ വെർച്വലായി നടന്നു. ഡിജിറ്റൽ രംഗത്തെ പരസ്പര സഹകരണം ശക്തിപ്പെടുത്താൻ ഇന്ത്യയും ആസിയാൻ രാജ്യങ്ങളും തമ്മിൽ യോഗത്തിൽ ധാരണയായി. ബൃഹൻ മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ 227 സീറ്റുകളിൽ 118 എണ്ണം നേടി ബിജെപി ശിവസേന സഖ്യം വ്യക്തമായ ഭൂരിപക്ഷം നേടി. 29 മുനിസിപ്പൽ കോർപ്പറേഷനുകളിലായി 2869 സീറ്റുകളിൽ 2784 എണ്ണത്തിന്റെയും ഫലം ഇന്നലെ രാത്രി മഹാരാഷ്ട്ര സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചു. 1372 സീറ്റുകൾ നേടി ബിജെപി ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി ഉയർന്നു. എൻഡിഎയെ പിന്തുണച്ചതിന് മഹാരാഷ്ട്രയിലെ ജനങ്ങളോട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നന്ദി പറഞ്ഞു. ബിജെപിയിൽ നിന്ന് ഭരണകക്ഷിയായ തൃണമൂൽ കോൺഗ്രസിലേക്ക് കൂറുമാറിയ പശ്ചിമബംഗാൾ എംഎൽഎ മുകുൾ റോയിയെ അയോഗ്യനാക്കിയ കൽക്കട്ട ഹൈക്കോടതി ഉത്തരവ് സുപ്രീംകോടതി സ്റ്റേ ചെയ്തു. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്, ജസ്റ്റിസ് ജോയ് മല്യ ബാഗ്ചി എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത്. 2021-ൽ കൃഷ്ണനഗർ ഉത്തർ സീറ്റിൽ നിന്നാണ് ബിജെപി ടിക്കറ്റിൽ മുകുൾ റോയ് എംഎൽഎ ആയത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്. തപസ്യ കലാ സാഹിത്യവേദി സുവർണ ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി പാലക്കാട് സംഘടിപ്പിക്കുന്ന രാജ്യാന്തര സംഗീതോത്സവം ഇന്ന് കേന്ദ്രമന്ത്രി ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത് ഉദ്ഘാടനം ചെയ്യും. ഈ മാസം 20 വരെയാണ് സംഗീതോത്സവം. തൃശൂർ തേക്കിൻകാട് മൈതാനത്ത് നടക്കുന്ന 64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം 4ാം ദിനത്തിലേക്ക് കടക്കുമ്പോൾ 739 പോയിന്റുകളുമായി മുന്നേറ്റം തുടർന്ന് കണ്ണൂർ ജില്ല. 728 പോയിന്റുമായി കോഴിക്കോടാണ് തൊട്ടുപിന്നിൽ. തൃശൂരും പാലക്കാടും 726 പോയിന്റുകളുമായി 3ാം സ്ഥാനം പങ്കിടുന്നു. നാളെ വൈകിട്ട് നടക്കുന്ന കലോത്സവത്തിന്റെ സമാപന സമ്മേളനം പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ഉദ്ഘാടനം ചെയ്യും. നടൻ മോഹൻലാൽ ചടങ്ങിൽ വിശിഷ്ടാതിഥിയാകും. ഇറാനിലെ നിലവിലുള്ള സ്ഥിതിഗതികൾ ഇന്ത്യ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്ന് വിദേശകാര്യ മന്ത്രാലയം. ഇന്ത്യൻ പൌരന്മാരുടെ സുരക്ഷയ്ക്ക് ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കാൻ ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണെന്ന് വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ ന്യൂഡൽഹിയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. നിലവിലെ സാഹചര്യം കണക്കിലെടുത്ത് സമീപ ദിവസങ്ങളിൽ ഇറാൻ സന്ദർശിക്കുന്നത് ഒഴിവാക്കണമെന്നും അവിടെയുള്ളവർ എത്രയും വേഗം തിരിച്ചുവരണമെന്നും ശ്രീ ജയ്സ്വാൾ നിർദ്ദേശിച്ചു. We have around 9,000 Indian nationals in Iran. Given the situation there, we have issued a few advisories asking Indian nationals to avoid all travel to Iran, and Indian nationals who are already resident in Iran to leave Iran by available means including commercial flights. Will take all necessary steps for the welfare of our people. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് ഈ മാസം 25-ന്. പരിപാടിയുടെ 130ാം പതിപ്പാണിത്. മൻ കി ബാത്തിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും മൈ ജിഒവി, നമോ ആപ്പ് എന്നിവയിലൂടെയോ 1801117800 എന്ന ടോൾ ഫ്രീ നമ്പറിലോ ഈ മാസം 23 വരെ അറിയിക്കാം. ഡെൻമാർക്കിലെ സ്വയംഭരണ പ്രദേശമായ ഗ്രീൻലാൻഡ് ഏറ്റെടുക്കാനുള്ള US പദ്ധതിയെ എതിർക്കുന്ന രാജ്യങ്ങൾക്ക് മേൽ വ്യാപാര തീരുവ ചുമത്തുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. USന്റെ ദേശീയ സുരക്ഷയ്ക്ക് ഗ്രീൻലാൻഡ് നിർണായകമാണെന്നും ആർട്ടിക് മേഖലയിൽ റഷ്യയുടെയും ചൈനയുടെയും വർദ്ധിച്ചുവരുന്ന സാന്നിധ്യത്തിൽ നിന്ന് USനെ സംരക്ഷിക്കേണ്ടതുണ്ടെന്നും വൈറ്റ് ഹൌസിൽ നടന്ന യോഗത്തിൽ ട്രംപ് പറഞ്ഞു. അതേസമയം ഗ്രീൻലാൻഡ് വിഷയത്തിൽ നിരവധി നാറ്റോ സഖ്യകക്ഷികൾ ഡെൻമാർക്കിന് പിന്തുണയുമായി എത്തിയിട്ടുണ്ട്. അണ്ടർ 19 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ന് ഇന്ത്യ ബംഗ്ലാദേശിനെ നേരിടും. ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 1 മണിക്ക് സിംബാബ്വേയിലെ ബുലവോയിലാണ് മത്സരം. നമീബിയയിലെ വിൻഹോക്കിൽ നടക്കുന്ന 2ാം മത്സരത്തിൽ ശ്രീലങ്ക ജപ്പാനുമായി ഏറ്റുമുട്ടും. വനിതാ പ്രീമിയർ ലീഗ് 2020 ക്രിക്കറ്റിൽ ഗുജറാത്ത് ജയന്റ്സിനെതിരെ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിന് 32 റൺ ജയം. ബംഗളൂരു ഉയർത്തിയ 183 റൺ വിജയലക്ഷ്യം പിന്തുടർന്ന ഗുജറാത്തിന് 18.5 ഓവറിൽ 150 റൺസ് എടുക്കുന്നതിനിടെ മുഴുവൻ വിക്കറ്റുകളും നഷ്ടമായി. ഇന്ന് നടക്കുന്ന മത്സരങ്ങളിൽ UP വാരിയേഴ്സ് മുംബൈ ഇന്ത്യൻസിനെയും ഡൽഹി ക്യാപിറ്റൽസ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെയും നേരിടും. നെതർലൻഡ്സിൽ ഇന്ന് ആരംഭിക്കുന്ന ടാറ്റ സ്റ്റീൽ മാസ്റ്റേഴ്സ് ചെസ് ടൂർണമെന്റിൽ ലോക ചാമ്പ്യൻ ഡി ഗുകേഷ് മത്സരിക്കും. ആദ്യ റൌണ്ടിൽ ഉസ്ബെക്കിസ്ഥാന്റെ ജാവോഖിർ സിന്ദാരോവാണ് ഗുകേഷിന്റെ എതിരാളി. ആർ പ്രജ്ഞാനന്ദ, അർജുൻ എറിഗൈസി, അരവിന്ദ് ചിദംബരം എന്നീ ഇന്ത്യൻ താരങ്ങളും ടൂർണമെന്റിൽ പങ്കെടുക്കുന്നുണ്ട്. തിരുവനന്തപുരം കല്ലമ്പലത്ത് ടൂറിസ്റ്റ് ബസ് മറിഞ്ഞ് അപകടം. തൃശൂർ കൊടകര സഹൃദയ കോളേജിലെ വിദ്യാർത്ഥികൾ സഞ്ചരിച്ച ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. സർവീസ് റോഡിന് സമീപത്തെ വീടിന് മുറ്റത്തേക്ക് ബസ് മറിയുകയായിരുന്നു. 40-ലേറെ പേരാണ് ബസ്സിലുണ്ടായിരുന്നത്. നിരവധി പേർക്ക് പരിക്കേറ്റതായാണ് വിവരം. ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസസ് ആൻഡ് ടെക്നോളജിയിലെ കാർഡിയോളജി വിഭാഗത്തിന്റെ സുവർണ ജൂബിലി ആഘോഷം ഇന്ന് നടക്കും. ഡയറക്ടർ ഡോക്ടർ സഞ്ജയ് ബഹാരി ഉദ്ഘാടനം ചെയ്യും. പോളണ്ടിന്റെ ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ റാഡോസ്ലാവ് സിക്കോർസ്കി 3 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് ഇന്ത്യയിലെത്തും. നാളെ രാജസ്ഥാനിലെ ജയ്പൂരിൽ നടക്കുന്ന ജയ്പൂർ സാഹിത്യോത്സവത്തിൽ അദ്ദേഹം പങ്കെടുക്കും. തിങ്കളാഴ്ച വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യയിലെ ആദ്യത്തെ വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഫ്ളാഗ് ഓഫ് ചെയ്യും. പശ്ചിമബംഗാളിലും അസമിലും വിവിധ വികസന പദ്ധതികൾക്കും പ്രധാനമന്ത്രി തുടക്കം കുറിക്കും. ഇറാനിലെ ഇന്ത്യൻ പൌരന്മാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ എല്ലാ നടപടികളും സ്വീകരിച്ചതായി വിദേശകാര്യ മന്ത്രാലയം. ഇന്ത്യക്കാർ എത്രയും വേഗം മടങ്ങണമെന്നും നിർദ്ദേശം. മഹാരാഷ്ട്രയിൽ മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ BJP ശിവസേന സഖ്യത്തിന് ഉജ്ജ്വല വിജയം. 64ാമത് കേരള സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ മുന്നേറ്റം തുടർന്ന് കണ്ണൂർ ജില്ല. ഗ്രീൻലാൻഡ് ഏറ്റെടുക്കാനുള്ള US പദ്ധതിയെ എതിർക്കുന്ന രാജ്യങ്ങൾക്ക് മേൽ കൂടുതൽ തീരുവ ചുമത്തുമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അണ്ടർ 19 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ന് ഇന്ത്യ ബംഗ്ലാദേശിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 11 മണിക്ക്.